വാദ്യമേള വിസ്മയങ്ങളും കാഴ്ചയുടെ കൗതുകവും നിറച്ച് കൊല്ലം പൂരം ഇത്തവണയും കാണികളുടെ മനസ്സ് കവർന്നു. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകളൊക്കെ നടന്നത്. ആനയൂട്ടും ആന നീരാട്ടും പിന്നെ പ്രശസ്ത വാദ്യമേളക്കാരുടെ തിരുമുമ്പിൽ മേളം. തുടർന്ന് ആശ്രാമം മൈതാനിയിൽ ഗജവീരന്മാർ അണിനിരന്ന കുടമാറ്റവും കാഴ്ചയുടെ പൂരം തീർത്തു. ആനപ്രേമികളിൽ ആവേശം നിറച്ച ആദ്യം ആനനീരാട്ടും പിന്നെ ആനയൂട്ടും. പ്രത്യേകം തയ്യാറാക്കിയ ഷെവറിലായിരുന്നു കരിവീരന്മാരുടെ കുളി കഴിഞ്ഞ ഗജവീരന്മാർ ശ്രീകോവിലിന് വലം വെച്ച് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരച്ചുവട്ടിൽ നിരന്നു. ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു ആയിരുന്നു കൂട്ടത്തിൽ കേമൻ. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച വിഭവങ്ങൾ ഉൾപ്പെടെ 12 കൂട്ടം വിഭവങ്ങളാണ് ആനയൂട്ടിന് ഗജവീരന്മാർക്ക് നൽകിയത്. 22 ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. ആനനീരാട്ടും ആനയൂട്ടും കാണുവാനായി ധാരാളം ആളുകൾ ക്ഷേത്രമുറ്റത്ത് എത്തി. തുടർന്ന് കേരളത്തിലെ പ്രശസ്തരായ വാദ്യമേളക്കാരുടെ നേതൃത്വത്തിൽ തിരുമുമ്പിൽ മേളം നടന്നു. പിന്നീട് ക്ഷേത്രമുറ്റത്ത് കുടമാറ്റം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ വിപുലമായി ആഘോഷിക്കുന്ന തൃശൂർ പൂരം പോലെയുള്ള പൂരങ്ങൾ തെക്കൻ ജില്ലക്കാർക്കുകൂടി ആസ്വദിക്കാനായി 1992 ആരംഭിച്ചതാണ് കൊല്ലം പൂരം. കൊല്ലം ജില്ലയിലെ 13 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ തിടമ്പുമായി കൊമ്പനാനകളും വാദ്യമേളങ്ങളും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ആസ്വാദകരിൽ പൂരാവേശം നിറഞ്ഞു. താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലെയും പുതിയകാവ് ദേവീക്ഷേത്രത്തിലെയും സംഘങ്ങൾ ആശ്രാമം മൈതാനത്ത് മുഖാമുഖം അണിനിരന്ന് നടത്തുന്ന കുടമാറ്റമാണ് കൊല്ലം പൂരത്തിലെ പ്രധാന ആകർഷണം. ഓരോ ഭാഗവും ഉയർത്തുന്ന കുടകളിൽ പൂരത്തിന്റെ കൗതുക മത്സര കാഴ്ചകൾ ദൃശ്യമായി. മണിക്കൂറുകൾ നീണ്ട കുടമാറ്റത്തിന് ശേഷം ഇരുകൂട്ടരും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഇക്കൊല്ലത്തെ കൊല്ലം പൂരത്തിന് പരിസമാപ്തിയായി. അമൃത ന്യൂസ്, കൊല്ലം.